കൊറോണ സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് എനിക്ക് ഫോണില്ല കയ്യിൽ. അപ്പോൾ അതേ മൈജിന്ന് ഒരു ഫോൺ മോള് വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഇത് രണ്ടാമത് ഞാൻ തുടങ്ങിയാണ് പാചകത്തിൻ്റെ. അതായത് 1 കിലോ അയില വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വെക്കണ രീതി. തീ കത്തിച്ച് ഗ്യാസ് കത്തിച്ച് ഇതേ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണയ്ക്ക് മുകളിലൊക്കെ എടുക്കുന്ന ആളാണ്. ആവശ്യമായത് ഇതേ പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, ഇഞ്ചി, ചെറുള്ളി, ചുവന്നുള്ളി. അത് നമ്മൾ ചട്ടി ചൂടായി വന്നുള്ളൂ. നമുക്കതിട്ട് 3 ഒരുമിച്ച് ഇടണം. അത് എന്നാലാണ് അത് ഒരുമിച്ച് വഴന്ന് വരുള്ളൂ. ചൂടായി വരുന്നുള്ളൂ. നല്ലോണം വേണം ചൂടായി വഴന്ന് വരുന്നുണ്ട്. പിന്നെ ആവശ്യമായ ഒരു ചെറിയ മുറി തേങ്ങ, പിന്നെ 1 കിലോ അയില. ഈ 1 കിലോ അയിലക്ക് പാകത്തിയ തേങ്ങ ഉണ്ട് ഞാൻ പറയുന്നത്. ഇളക്കി കൊടുത്തത് 2 പുളി ഞാൻ കീറി ഇട്ടേണ്ടതാണ് ഇതിനാവശ്യമായത്. ഒരു വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കെ. അത് കറി നല്ലോണം സാമാനൊക്കെ ഒന്ന് ചെറുള്ളിയൊക്കെ വഴന്ന് വന്നിട്ട് വേണം പൊടികളിടാൻ. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കണം. അതുപോലെ മല്ലിപ്പൊടി 2 സ്പൂണ് ഇട്ട് കൊടുക്കണം. ഇളക്കി നമുക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യമായി മുളക് പൊടി ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇത് മൂത്ത മുളകാണ്. ഇട്ടതിന് ശേഷം ഇതാക്കിയിട്ടേക്കില്ല കേട്ടോ. ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. കുടപ്പുളി ഇട്ട് ഞാൻ മുളകൊക്കെ വഴന്നിട്ടിപ്പോൾ കുടപ്പുളി വെള്ളം വെച്ച് കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ അരച്ചത് മഞ്ഞപ്പൊടി ഇട്ട് അരച്ചൊരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടത് ഞാൻ തേങ്ങ അരച്ചതാണ്. ഇതെല്ലാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറേ നാളായി ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു പോരാളിയൊക്കെ എനിക്ക് ഉണ്ടാവും. കാരണം ക്ഷമിക്കണം. വീട്ടിൽ വേഗം ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് നോക്കൊന്നും ഇല്ലല്ലോ. അത് നമ്മൾ ചെയ്ത് ഇതാവും. അപ്പോൾ നമ്മളതൊരു തേങ്ങ അരച്ച് ഒഴിച്ച് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കണം. അതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് മീൻ വറക്കിടാം. ആവശ്യത്തിന് അത് വെള്ളം ഒഴിച്ചത്. നമുക്കതൊരു മൂടി വെച്ച് മൂടാം. ഞാനിങ്ങനെയാണ് കറി വെക്കണത്. എൻ്റെ സ്റ്റൈലിൽ പല സ്ഥലത്തും പല ഇതിലല്ലേ വെക്കണം. തേങ്ങ അരച്ച് കറി വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്. കറിയൊക്കെ ഇനി അത് തിളച്ച് നല്ല ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കുന്നത്. ഇതൊക്കെ ചെറിയൊരു ജോലി ഉണ്ടാക്കി നമുക്ക് എടുത്ത് വെക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചാറൊക്കെ ഇങ്ങനെ തിളച്ചോന്ന് നോക്കാം. ഇല്ല അത് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചൊന്നും കൂടി ചാറ് പറ്റണം. കുറച്ചുകൂടി ചാറ് പറ്റണം. കറി നമുക്ക് ഇനി തുറന്ന് നോക്കാം. കറി ആയോ എന്ന് നോക്കാം. നമുക്ക് അയിലക്കറി, സൂപ്പർ അയിലക്കറി റെഡിയായി. കുറേ നാളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതാണ് നമുക്കൊരു ഇത് കണ്ടാ. കറി ചാറൊക്കെ പറ്റി നല്ലതായി. ഉപ്പൊക്കെ ശരി, പുളിയും ശരിയായിട്ട്. പിന്നീട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അതൊരു കറിപ്പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം. നമുക്ക് എടുത്ത് കറിപ്പാത്രത്തിലോട്ട് ഒഴിച്ച് ചോറിന് കഴിക്കാം, ചപ്പാത്തിക്ക്, എന്തിനും നമുക്ക് മീൻകറി എല്ലാത്തിനും പറ്റുമല്ലോ. കഴിഞ്ഞ കപ്പ വേണം വാങ്ങിച്ചെങ്കിൽ കപ്പക്കും നമുക്ക് എടുക്കാം.
അപ്പോൾ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ. നമുക്ക് ഇച്ചിരി എടുത്തത് നോക്കാം, ചൂടാണ്, സൂക്ഷിച്ച് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കണം.